നമസ്കാരം. സഭയിലെ പ്രതിപക്ഷത്തിന്റെ ക്യാമറ ഫോട്ടോഷൂട്ടിന് മുഖ്യമന്ത്രി ഒരു 8ന്റെ പണി കൊടുത്തു. ഈ ഒപ്പിട്ട് നോക്കുകൂലി വാങ്ങിക്കൊണ്ട് നികുതിപ്പണം അങ്ങനെ വാങ്ങി പോക്കറ്റ് ഇട്ടുകൊണ്ട് പോണ്ട, സഭാ സമ്മേളനം വരും ദിവസങ്ങളിൽ തുടരുമ്പോഴും ഇതേ ആചാരം വെച്ച് നടത്താമെന്ന് സതീശൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി തിരിച്ചിട്ടൊരു പണി കൊടുത്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒന്ന് ഇവരെ അങ്ങോട്ട് നാളത്തെ സഭ കേൾക്ക് മുഖ്യമന്ത്രി എന്തോ പറയാണ്. കേൾക്ക് സർ, സംസാരിക്കുന്നത് കേൾക്ക്. സർ, പ്രതിപക്ഷത്തിന് സഭ നടത്താതിരിക്കലാണ് ആവശ്യം എന്നാണ് തോന്നുന്നത്. എന്തോ പ്രത്യേക ആവശ്യം അവർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നാളെ ഒഴിവാക്കി തിങ്കളാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. ബഹുമാനപ്പെട്ട സിഎം തിങ്കളാഴ്ച, ബഹുമാനപ്പെട്ട സിഎം ചൊവ്വാഴ്ച ഒന്ന് മാറ്റി ക്ലാരിഫൈ ചെയ്യണം. ചൊവ്വാഴ്ച ചേരുന്നതായിരിക്കും നല്ലത്. അടിയന്തര നന്ദി പ്രമേയത്തിലുമുള്ള ചർച്ച ഇനി ചൊവ്വാഴ്ച തുടരുന്നതാണ്. ഓർഡർ സഭ 2026 ഇന്ന് സഭ ഇപ്പോൾ പിരിയുന്നതും 2026 ജനുവരി 27-ാം തീയതി വീണ്ടും ചേരുന്നതുമാണ്. അതെ, എന്തായാലും പ്രതിപക്ഷത്തിന് വലിയ അത്യാവശ്യം ഉള്ളത് കൊണ്ട് സഭാ സമ്മേളനം ഇന്നിപ്പോ വ്യാഴാഴ്ച, നാളെ വെള്ളിയാഴ്ച, ശനി ഞായറും ഇല്ല, തിങ്കളാഴ്ച അല്ല വേണ്ട ചൊവ്വാഴ്ച ഇനി സഭാ സമ്മേളനം. 3 ദിവസത്തെ നികുതി പണം ഗോവിന്ദ് ആക്കി കൊടുത്തിട്ടുണ്ട്. കാര്യം ഒരു ദിവസം തന്നെ സതീശൻ 10,000 രൂപ ഈസിയായിട്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് പണിയൊന്നും എടുക്കണ്ട, ചർച്ച ചെയ്യണ്ട, ജനങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കേണ്ട, ബില്ലിലൊന്നും യാതൊരു തരത്തിലും വൈകുന്നേരം വരെ ഇരുന്ന് ചർച്ച നടത്തണ്ട, 2 മണിക്കൂർ ഇതുപോലെ ഇരുന്ന് ക്യാമറകൾക്ക് ഷോ കാണിച്ചിട്ട് ഉള്ള പൈസ വാങ്ങിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ടുപോയി നികുതി പണം കൊണ്ട് ചിക്കൻ ഫ്രൈ ഒക്കെ കടിച്ചു വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പണി വേണ്ട, പണിയെടുത്തിട്ട് നിങ്ങൾ പൈസ മേടിച്ചാൽ മതി, നികുതി പണത്തെ ചുമ്മാ നിങ്ങൾക്ക് ദൂർത്തടിച്ച് തിന്നുകൊണ്ടുപോകാൻ തരില്ല എന്ന രീതിയിൽ മുഖ്യമന്ത്രി ആ പ്രഖ്യാപനം നടത്തിയപ്പോൾ അപ്പടി പെട്ടുപോയത് പ്രതിപക്ഷമാണെന്ന് പറയേണ്ടി വരികയാണ്. കാര്യം വരും ദിവസങ്ങളിലെല്ലാം കോളടിച്ചല്ലോ. 2 മണിക്കൂർ സഭയിൽ വരിക, ഇതുപോലെ അലമ്പുണ്ടാക്കുക, ഇഷ്ടം പോലെ പൈസ ഒപ്പിട്ട് വാങ്ങിക്കുക, കോഫി ഹൗസിൽ പോയി ചായ കുടിക്കുക, പൊടിയും തട്ടി വീട്ടിൽ പോവുക. നല്ല സമ്മേളനം. കാര്യം ഈ നികുതിപ്പണം കൊടുത്ത് എന്തിനാണ് നമ്മുടെ നാട്ടിൽ സഭാ സമ്മേളനങ്ങൾ വയ്ക്കുന്നത്? ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കാനാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഈ നാട്ടിലുണ്ട്. അവരുടെ നീറുന്ന പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ആഘോഷിക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ വാർത്തകൾ സൃഷ്ടിക്കണം. ആ വാർത്ത വെച്ചിട്ട് അന്തിചർച്ച ഉണ്ടാക്കണം. അതിങ്ങനെ നീട്ടി കൊണ്ടുപോയാലല്ലേ നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റുള്ളൂ. 2021 തെരഞ്ഞെടുപ്പിലും ഇതുപോലൊരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആഘോഷമായിരുന്നു. 64 ദിവസം തുടർച്ചയായിട്ട് ഇതുപോലെ ചർച്ചയായിരുന്നു. എന്ത് സംഭവിച്ചു? ജനത്തിനിപ്പോ കാര്യം അറിയാന്നേ. വർഗീയ വിഷയങ്ങളെല്ലാം പിടിച്ച് കഷത്ത് വെച്ചിട്ട് അധികാരം പിടിക്കാമെന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുമ്പോൾ സഭാ സമ്മേളനം പോലും ചേരാൻ സമ്മതിക്കാതെ, സഭയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ഉന്നയിച്ചുകൊണ്ട് അവർക്ക് സഹായം എത്തിക്കണമെന്നോ, അല്ലെങ്കിൽ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയ ചർച്ച വെച്ചിട്ട് പൊതുജനത്തിന്റെ മുന്നിൽ ഭരണപക്ഷം ചെയ്ത ആ കൊള്ളയെക്കുറിച്ച് തുറന്നു കാട്ടിക്കൊടുക്കാൻ ഒരു ചർച്ച നടത്താമെന്നോ ധൈര്യപ്പെടാതെ ഈ രീതിയിലുള്ള അലമ്പ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ കൂവി തോപ്പിക്കാൻ നിൽക്കണം. കാര്യം നിങ്ങൾ ഒരു കാരണവശാലും ചർച്ചയ്ക്ക് തയ്യാറാകരുത്. ചർച്ചയ്ക്ക് തയ്യാറായി കൊടുത്താൽ പിണറായി സംഘം എല്ലാം കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തവുമായും സ്പഷ്ടവുമായി സഭയിൽ വിശദീകരിച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കിയ നുണക്കോട്ടകളെല്ലാം തകർന്നടിയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? പോകുക, ഒപ്പിടുക, നികുതിപ്പണം വാങ്ങുക, പോക്കറ്റിലിടുക, ഞങ്ങളുടെ ക്യാമറകൾക്ക് വേണ്ടി അവിടെ നിന്ന് കുറെ അഭ്യാസ പ്രകടനം നടത്തുക. അങ്ങനെയുള്ള തന്ത്രത്തിലൂടെ പണം വാങ്ങിച്ചെടുക്കാനുള്ള കനകൂലു തന്ത്രത്തെയാണ് പിണറായി വിജയൻ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലൂടെ പൊളിച്ചു കൊടുത്തത്.